സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ പരമ്പരയിലെ കഴിഞ്ഞ 2 വീഡിയോകൾക്കും നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പിന്തുണകൾക്കും ഞങ്ങളുടെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പറയുന്ന പല വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം, അദ്ദേഹം അവതരിപ്പിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ്. അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിൽ അഗ്രഗണ്യനാണ് എന്ന് മാത്രമല്ല, അത് കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ബാക്കി എല്ലാ ഹിന്ദുക്കളും, ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖ് മതക്കാരും ഭാരതത്തിലെമ്പാടും ഭാരതത്തിന് പുറത്തുമുള്ള ഹിന്ദുക്കളും സഹർഷം ആത്മാഭിമാനത്തോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത ഇന്ന് ഏറ്റവും വിശ്വസനീയമായ രീതിയിൽ പത്രമാധ്യമങ്ങളിലുണ്ട്. കേരളം ഭാരതം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉജ്ജ്വലമായ ബില്ല് കൂടി അവതരിപ്പിക്കാൻ പോവുകയാണ്. മതപരിവർത്തന നിരോധന ബില്ല്. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വരുന്നത്, മതപരിവർത്തന നിരോധന നിയമം വരുന്നു എന്നുള്ളത് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖ് മതക്കാരും ഒരുപോലെ സഹർഷം ആത്മാഭിമാനത്തോടുകൂടി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് എന്നതാണ്. എന്നുവെച്ചാൽ ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ഒന്നാണ്, ഒരേ മതത്തിൻ്റെ വകഭേദങ്ങളാണ് എന്ന നിലയിലാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബുദ്ധമതത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീബുദ്ധൻ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ മതത്തോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് തൻ്റെ പുതിയ മതത്തിന് തുടക്കം കുറിച്ചത്. ബ്രാഹ്മണ മതത്തെയും പുരോഹിതന്മാരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും അദ്ദേഹം അംഗീകരിച്ചില്ല. വേദങ്ങളെ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. ബ്രാഹ്മണ മതത്തിൻ്റെ അടിസ്ഥാനങ്ങളായ യാഗങ്ങളെയും ബ്രാഹ്മണ ആധിപത്യത്തെയും പൂർണ്ണമായും ശ്രീബുദ്ധൻ നിഷേധിച്ചു. ഈശ്വരവിശ്വാസവും പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവും വെറും സങ്കല്പമാണെന്ന് ശ്രീബുദ്ധൻ പ്രഖ്യാപിച്ചു. എന്നുവെച്ചാൽ അന്നുണ്ടായിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ പാരമ്പര്യ മതത്തെ തള്ളിക്കളയുകയും പുതിയ ഒരു മതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തയാളാണ് ശ്രീബുദ്ധൻ. ഇവിടെയാണ് ശ്രീബുദ്ധൻ്റെ വാക്കുകളുടെ പ്രസക്തി. വല്ല പഴയ ഗ്രന്ഥത്തിലും എഴുതിയിട്ടുണ്ട് എന്ന് വെച്ച് നിങ്ങളൊന്നും വിശ്വസിക്കേണ്ട. ബാല്യം മുതലേ നിങ്ങളെ വിശ്വസിപ്പിച്ചു പോന്നിട്ടുള്ളതാണ് എന്ന് വെച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ അതേപ്പറ്റി യുക്തിയുക്തം ആലോചിച്ച് വേണ്ടതുപോലെ നിരൂപണം നടത്തിയതിന് ശേഷം അത് സകലർക്കും ഗുണകരമാകുന്നു എന്ന് കാണുന്ന പക്ഷം വിശ്വസിക്കുക, അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക എന്നാണ് ബുദ്ധൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ബുദ്ധനും നാടുഗുരുവും എന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ സുഗതൻ എഴുതിയിരിക്കുന്നത്. മതം മാറി മറ്റൊരു മതം സ്ഥാപിക്കുകയും തൻ്റെ മതം പ്രചരിപ്പിക്കുകയും മതം മാറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ശ്രീബുദ്ധൻ. ബ്രാഹ്മണരുടെ വാദങ്ങളെ പരിഹസിച്ചുകൊണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞ വാക്കുകൾ കെ ദാമോദരൻ ഭാരതീയ ചിന്ത എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ 160-ാം പേജിൽ എഴുതിയിട്ടുണ്ട്. ബ്രാഹ്മണൻ്റെ ഭാര്യമാർ പ്രസവിക്കുന്നു, പാലൂട്ടി വളർത്തുന്നു. എന്നിട്ടും സ്ത്രീകൾ പ്രസവിച്ച ഈ ബ്രാഹ്മണർ അവകാശപ്പെടുന്നത് തങ്ങൾ ബ്രഹ്മസൃഷ്ടികളാണ് എന്നും ബ്രഹ്മാവിൻ്റെ പിന്തുടർച്ചാവകാശികളുമാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. ഇത് വെറും നുണയാണ്. ശ്രീബുദ്ധൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ സ്ഥാപിത താല്പര്യക്കാരായ ബ്രാഹ്മണരെ, എന്നുവെച്ചാൽ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരെ ശുണ്ഠി പിടിപ്പിച്ചു. ശ്രീബുദ്ധന് അവരിൽ നിന്നും പലവിധ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ബുദ്ധനെ കൊല ചെയ്യുവാനുള്ള ആലോചനകൾ വരെ നടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ശ്രീബുദ്ധൻ ഹിന്ദു പുരോഹിതന്മാരുടെ കോപാഗ്നി ആളിക്കത്തിച്ചു. ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ആഗ്രഹിച്ച ക്ഷത്രിയരും വൈശ്യരും അന്നത്തെ ചാതുർവർണ്ണ മതം ഉപേക്ഷിച്ചു.
ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ശല്യങ്ങളിൽ നിന്നും മോചനം നേടുവാൻ ആഗ്രഹിച്ച ക്ഷത്രിയരും വൈശ്യരുമായിരുന്നു ബുദ്ധമതം പ്രചരിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയത്. ബുദ്ധമതം ബ്രാഹ്മണ മതത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് രൂപം കൊണ്ടത്. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയാണ് ശ്രീബുദ്ധൻ ശബ്ദമുയർത്തിയത്. ഇന്ത്യ ചരിത്രത്തിലെ ചതിക്കുഴികൾ എന്ന ഗ്രന്ഥത്തിൽ ചെന്താരശ്ശേരി പറഞ്ഞിരിക്കുന്നത്, അശോകൻ്റെ ഭരണകാലത്ത് ബുദ്ധമതം അഭിവൃദ്ധിയുടെ ഉച്ചകോടിയിൽ എത്തുകയാൽ ബ്രാഹ്മണിസം പത്തി താഴ്ത്തി അസ്തപ്രജ്ഞമായി കിടന്നു. കെ ദാമോദരൻ ഭാരതചിന്തയിൽ എഴുതിയതനുസരിച്ച് AD 1-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനുമിടയിലുള്ള കാലഘട്ടം ഹിന്ദുമതവും ബുദ്ധമതവും തമ്മിലുള്ള സംഘട്ടനങ്ങളുടെ കാലമാണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുമാരീല ഭട്ടനെ പോലെയുള്ള ഹൈന്ദവ ചിന്തകർ ബുദ്ധമതത്തിനെതിരായി ഹിന്ദുമതത്തെ ഉറപ്പിക്കുവാനാണ് ശ്രമിച്ചത്. ബുദ്ധമതക്കാർക്ക് വേദങ്ങളെയും ജാതി വ്യവസ്ഥിതിയെയും വിമർശിക്കുവാൻ എന്തവകാശമാണ് എന്നാണ് ഭട്ടൻ ചോദിച്ചത്. ബുദ്ധമതത്തിൻ്റെ ദർശനങ്ങളെ മാത്രമല്ല, ബുദ്ധനെ പോലും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു ഭട്ടൻ. ഇത് കാണിക്കുന്നത് എന്താണ്? ബുദ്ധമതവും ഹിന്ദുമതവും ശത്രുപക്ഷങ്ങളായിരുന്നു എന്നല്ലേ? ബുദ്ധമതത്തിൻ്റെ സുവർണകാലത്ത് പ്രതാപം നഷ്ടപ്പെട്ട ബ്രാഹ്മണ മതം പിന്നെ എങ്ങനെയാണ് ബുദ്ധമതത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ശക്തി പ്രാപിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ അംബേദ്കർ പറഞ്ഞതനുസരിച്ച് പുഷ്യമിത്രൻ എന്ന ബ്രാഹ്മണനെ ബൃഹദ്രഥൻ എന്ന രാജാവിൻ്റെ സേനയിൽ തന്ത്രപൂർവ്വം തിരികെ കയറ്റി. BC 184 ഒരു സൈനിക പരേഡിനിടയിൽ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ സൈനികർ രാജാവിനെ വളയുകയും സേനാപതിയായ പുഷ്യമിത്രൻ എന്ന ബ്രാഹ്മണൻ രാജാവിനെ തലവെട്ടിക്കൊല്ലുകയും ചെയ്തു. രാജഹത്യ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളതല്ല. എങ്കിലും അത് സംഭവിച്ചത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. രണ്ട് വിപരീത സ്വഭാവമുള്ള ആദർശങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ പരിണിത ഫലമായി ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ പ്രവൃത്തിയായിരുന്നു അത്. ബുദ്ധമതത്തെ തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും ഇല്ലായ്മ ചെയ്യുവാനാണ് ബ്രാഹ്മണ മതം ശ്രമിച്ചത്. ആ ചരിത്ര യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നീണ്ടു നിവർന്നു കിടക്കവേ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ബുദ്ധമതത്തെ പിന്താങ്ങുന്നത് ബ്രാഹ്മണരായ തൻ്റെ പൂർവികന്മാർ ആ മതത്തോടും മതക്കാരോടും ചെയ്ത ക്രൂരതയ്ക്കൊരു പ്രായശ്ചിത്തം എന്ന നിലയിലാണോ? സത്യം പറഞ്ഞാൽ ബുദ്ധമതത്തെ പിന്താങ്ങുവാനുള്ള ഒരു മുതലും ഗോപാലകൃഷ്ണൻ്റെ കയ്യിലില്ല. ബുദ്ധമതത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അബദ്ധം വിളിച്ചു പറയുന്നത്. ഇനി നമുക്ക് ജൈനമതത്തെക്കുറിച്ച് ചിന്തിക്കാം. ബുദ്ധ ചാർവാക ചിന്തകളെപ്പോലെ തന്നെ പാരമ്പര്യ ബ്രാഹ്മണ മതത്തെ അംഗീകരിക്കാത്ത മതമാണ് ജൈനമതവും. നിരീശ്വരവാദത്തിൽ അധിഷ്ഠിതമാണ് ജൈനമതക്കാരുടെ വിശ്വാസം. ബ്രാഹ്മണ മതത്തിൻ്റെ അടിസ്ഥാനമായ വേദങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. യാഗങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ആത്മാവിനെക്കുറിച്ചുള്ള വിശ്വാസം വേദാന്തികളുടെ വിശ്വാസത്തിൽ നിന്നും ആശയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. 23ാമത്തെ തീർത്ഥങ്കരനായ വർത്തമാനൻ ക്ഷത്രിയ കുടുംബത്തിൽ ജനിക്കുകയും 42ാമത്തെ വയസ്സിൽ ജൈനമതം സ്വീകരിക്കുകയും ചെയ്തു. എന്നു മാത്രമല്ല, മഹാവീരൻ എന്ന് പേര് മാറ്റുകയും ചെയ്തു. മതം മാറി എന്ന് മാത്രമല്ല, പേരും മാറ്റി വർത്തമാനൻ. തൻ്റെ സ്വാധീനത്താൽ അനേകർ തങ്ങളുടെ പാരമ്പര്യ മതം ഉപേക്ഷിച്ച് ജൈനമതത്തിൻ്റെ അനുയായികളായി തീർന്നു. എന്നുവച്ചാൽ അനേകർ മതം മാറി ജൈനമതക്കാരായി. ബ്രാഹ്മണ മതത്തിൻ്റെ അനുയായികളായിരുന്ന നിരവധി രാജാക്കന്മാരും അവരുടെ ദേശവാസികളും തങ്ങളുടെ പാരമ്പര്യ മതം ഉപേക്ഷിച്ച് ജൈനമതക്കാരായി എന്നാണ് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ BD മഹാജൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൈനമതവും മതം മാറി ഉണ്ടായതും മതം മാറ്റത്തിലൂടെ വളർന്നതുമായ ഒരു മതമാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ മതം മാറ്റ നിരോധന നിയമത്തിൽ സന്തോഷിക്കുന്നത്? മാത്രമല്ല, ബ്രാഹ്മണർ പ്രധാന ഭാഷയായി അംഗീകരിച്ച സംസ്കൃത ഭാഷ ജൈനമതക്കാർ തള്ളിക്കളയുകയാണ് ചെയ്തത്. തങ്ങളുടെ ഉപദേശം പ്രസംഗിക്കുവാൻ പ്രകൃതി എന്ന സാധാരണക്കാരുടെ ഭാഷയാണ് അവർ കൈക്കൊണ്ടത്. ജൈനമതത്തിൻ്റെ ത്രിരത്നങ്ങൾ എന്ന് കരുതപ്പെടുന്ന ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം എന്നിവയിലൂടെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വിശുദ്ധവും മികച്ചതുമായ ജീവിതത്തിലൂടെ
മുക്തി നേടുവാൻ കഴിയുമെന്നും അതിന് ഒരു ആചാരത്തിൻ്റെയും ആവശ്യമില്ല എന്നുമാണ് മഹാവീരൻ പഠിപ്പിച്ചത്. ഇന്ത്യാസ് ഏൻഷ്യൻ പാസ്റ്റ് എന്ന പുസ്തകത്തിൽ R.S. ശർമ്മ എഴുതിയതുപോലെ ചണ്ടാളനിലും മാനുഷിക മൂല്യങ്ങൾക്കായി അദ്ദേഹം അന്വേഷിച്ചു. ചണ്ടാളൻ്റെയും താഴ്ന്ന ജാതിക്കാരൻ്റെയും ഒരു വിധത്തിലുള്ള പുരോഗതിയും സമ്മതിക്കാതെ ജീവിതാഭിവൃദ്ധി സ്വന്തം കുത്തകയാക്കി വച്ച പൂർവ്വ പിതാക്കളായ സവർണന്മാരുടെ പാരമ്പര്യമുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ ഏതു വകുപ്പിലാണ് ജൈനമതത്തെ പിന്താങ്ങുന്നത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇദ്ദേഹത്തിന് പറയുന്ന വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവോ ധാരണയോ ഇല്ല. R.S. ശർമ്മ പറയുന്നതനുസരിച്ച് ജൈനമതം യുദ്ധത്തെ എതിർത്ത മതമാണ്. ബ്രാഹ്മണ മതത്തിൽ എവിടെയാണ് യുദ്ധത്തെ എതിർക്കുന്നത്? ആരംഭകാലത്ത് വിഗ്രഹാരാധന ഇല്ലാതിരുന്ന മതമായിരുന്നു ജൈനമതം. പിന്നീട് മഹാവീരനെയും 23 തീർത്ഥങ്കരന്മാരെയും ആരാധിക്കുവാൻ തുടങ്ങി. അവിടെയും എങ്ങനെയാണ് ജൈനമതത്തെ ഹിന്ദുമതത്തോട് ഉപമിക്കുന്നത്? പ്രധാനമായും 5 ഉപദേശങ്ങളാണ് ജൈനമതം പഠിപ്പിക്കുന്നത്. അതിൽ രണ്ടാമത്തേതാണ് കള്ളം പറയരുത് എന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജൈനമതത്തെ കൂട്ടുപിടിക്കുവാനുള്ള ഒരു വകുപ്പും ശ്രീ ഗോപാലകൃഷ്ണൻ്റെ കയ്യിലില്ല. ധർമ്മത്തെ രക്ഷിക്കുവാൻ നുണ പറയണമെങ്കിൽ പറഞ്ഞേ മതിയാകൂ എന്ന് പറയുകയും മറ്റുള്ളവരെ നുണ പറയുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ശ്രീ ഗോപാലകൃഷ്ണനെ മഹാവീരൻ എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ പുറംകാലിനെ തൊഴിക്കുമായിരുന്നു. ഏറ്റവും ഒടുവിലായി ടിയാൻ കൂട്ടുപിടിക്കുന്നത് സിഖ് മതത്തെയാണ്. സിഖ് മതം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1469 ലാഹോറിനടുത്തുള്ള തൽവണ്ടി എന്ന സ്ഥലത്ത് ഒരു ഇടത്തരം ഹിന്ദു കുടുംബത്തിലാണ് സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്ക് ജനിച്ചത്. ആരംഭകാലത്ത് ഹിന്ദുമതവുമായല്ല ബുദ്ധമതവുമായാണ് സിഖ് മതത്തിന് സാമ്യം ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ H. ബിംഗ്ലി എഴുതിയ സിഖ്സ് എന്ന പുസ്തകത്തിൽ താൻ പറയുന്നത്, ഗുരുനാനാക്കും ശ്രീബുദ്ധനും ആചാരപരമായും സാമൂഹികമായും മറ്റുള്ളവരെ അടിച്ചമർത്തിയ ബ്രാഹ്മണ മതത്തിനെതിരെയാണ് പോരാടിയത്. ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ ദാർഷ്ട്യത്തോടും മതഭ്രാന്തിനോടും കലഹിക്കുകയായിരുന്നു ഗുരുനാനാക്കും ചെയ്തത്. ഹിന്ദുമതം ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ സിഖ് മതം പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും ഏകദൈവ വിശ്വാസവും. ഈ 2 മതങ്ങളും എങ്ങനെയാണ് ഒരേ മതത്തിൻ്റെ വകഭേദങ്ങളാകുന്നത്? ഹിന്ദുവുമില്ല മുസ്ലിമുമില്ല എന്നാണ് ഗുരുനാനാക്ക് പ്രഖ്യാപിച്ചത്. ഈ ലോകത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നും താൻ പഠിപ്പിച്ചു. വേദങ്ങളെയും ബ്രാഹ്മണ പുരോഹിതരുടെ അധികാരത്തെയും താൻ അംഗീകരിച്ചില്ല. യാഗങ്ങളെ തള്ളിക്കളഞ്ഞു. ജാതി വ്യവസ്ഥിതിയും മതപരമായ ആചാരങ്ങളും താൻ എതിർത്ത കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല അത് അനാവശ്യവും ദോഷകരവുമാണെന്ന് പഠിപ്പിച്ചു. മതപരമായ ആചാരങ്ങളിലൂടെയല്ല, മറിച്ച് പശ്ചാത്താപവും നിർമ്മലവും നീതിപൂർവവുമായ സ്വഭാവത്തിലൂടെ മോക്ഷം സാധ്യമാകൂ എന്നും താൻ പഠിപ്പിച്ചു. 1675 മുതൽ 1708 വരെ സിഖുകാരുടെ ആത്മീക ഗുരുവായിരുന്ന ഗുരു ഗോവിന്ദ് സിംഗ് പർഷർ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ടാക്കി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ 4 ജാതിക്കാരും ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷിക്കണം. മതവർഗീയതയും വിദ്വേഷവും മറ്റു മതസ്ഥരോടുള്ള വെറുപ്പും ഉള്ളിൽ കൊണ്ടു നടക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത കാര്യമാണത്. തന്നോടൊപ്പമുണ്ടായിരുന്ന ബ്രാഹ്മണർ ഇതിനെ എതിർക്കുകയും തന്നെ വിട്ടു പോകുകയും ചെയ്തു. പഴയ ജാതി വിചാരങ്ങളിലും അനാചാരങ്ങളിലും തൂങ്ങിക്കിടന്നവർ പിരിഞ്ഞുപോയത് ഗുരു ഗോവിന്ദ് സ്വാഗതം ചെയ്യുകയും ചെയ്തു. പ്രാചീന ഭാരതത്തിലെ തത്വശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവയെ 9 ശാഖകളായി തിരിച്ചിട്ടുണ്ട്. ഈ 9 ശാഖകളെ 2 വിഭാഗങ്ങളിലായി പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായി വേദങ്ങളെയും ബ്രാഹ്മണ ആധിപത്യത്തെയും അംഗീകരിക്കുന്നവ. 2 ഇവയെ അംഗീകരിക്കാത്തവ. വേദങ്ങളെയും ബ്രാഹ്മണ അധികാരത്തെയും അംഗീകരിക്കാത്തവയുടെ കൂട്ടത്തിലാണ് ബുദ്ധമതവും ജൈനമതവും പെടുത്തിയിരിക്കുന്നത്. ഇതെന്താണ് കാണിക്കുന്നത്? സ്വന്തം നാട്ടിലെ മതങ്ങളുടെ ചരിത്രം പോയിട്ട്
വിശ്വാസാചാരങ്ങളെക്കുറിച്ച് പോലും ഒരു വിവരവുമില്ലാതെയാണ് ഗോപാലകൃഷ്ണൻ ക്രിസ്ത്യാനികളെ കുറ്റം പറയുവാനും പഠിപ്പിക്കുവാനും പുറപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളോടുള്ള കണ്ണുകടി മൂത്ത് തിമിരം ബാധിച്ച ശ്രീ ഗോപാലകൃഷ്ണൻ ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുവാനും എതിർക്കുവാനും ബുദ്ധമതത്തെയും ജൈനമതത്തെയും സിഖ് മതത്തെയും കൂട്ടുപിടിക്കുമ്പോൾ കാണാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം ബ്രാഹ്മണ മതത്തെയും അതിൻ്റെ ആചാരങ്ങളെയും ബ്രാഹ്മണ പുരോഹിതരുടെ അധികാരങ്ങളെയും എതിർത്തുകൊണ്ടാണ് ഈ 3 മതങ്ങളും രൂപം കൊണ്ടത് എന്നതാണ്. വീട്ടിനകത്ത് കയറി മുറിയിൽ അടച്ചിരുന്ന് യൂട്യൂബിൽ ഇടാൻ വേണ്ടി തയ്യാറാക്കുന്ന വീഡിയോകൾ പോലും പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെയാണ് ഇദ്ദേഹം പടച്ചുവിടുന്നത്. ഇങ്ങനെ യാതൊരു ആധികാരികതയും ഇല്ലാതെ സംസാരിക്കുന്ന ആളുടെ വാക്കുകൾക്ക് എന്തെങ്കിലും വില കൊടുക്കണോ എന്ന് പ്രിയ ശ്രോതാക്കൾ ചിന്തിക്കുക. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഡോക്ടർ ഗോപാലകൃഷ്ണനോടുള്ള ഒരു ബുദ്ധിയുപദേശം, ഇനിയെങ്കിലും താങ്കൾ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്ന വിഷയങ്ങളെക്കുറിച്ച് ആവശ്യത്തിന് ഗ്രഹപാഠം ചെയ്തിട്ട് വേണം ഞങ്ങളെ വിമർശിക്കുവാൻ. കാരണം ബ്രാഹ്മണർ പറയുന്ന ഏത് വാക്കുകളും ജനങ്ങൾ വേദവാക്യങ്ങളായി കണ്ടിരുന്ന ആ പഴയ കാലം പോയി. ഇത് കാലം വേറെയാണ്, ഇൻ്റർനെറ്റിൻ്റെ കാലം. പണ്ട് കാലത്തേതുപോലെ നുണ പറഞ്ഞ് പറ്റിച്ച് ആളുകളെ കാലാകാലം അടിമകളാക്കി വെക്കുവാൻ ഈ കാലത്ത് സാധിക്കുകയില്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു നുണയുടെ ആയുസ് ഗൂഗിൾ സെർച്ചിലെ ഒരു ക്ലിക്കിൻ്റെ ദൈർഘ്യം മാത്രമാണ്. നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ എത്ര നുണ പറഞ്ഞാലും ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പുറംകാലിനെ തൊഴിച്ചെറിഞ്ഞ് സത്യത്തിൻ്റെ പുറകെ പോകും എന്ന് മറക്കാതിരിക്കുക. സത്യത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. ഞങ്ങളുടെ കർത്താവ് അരുളി ചെയ്ത ഒരു വാക്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ: നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കും ഇതുതന്നെയാണ് പറയുവാനുള്ളത്. ഗോപാലകൃഷ്ണനെ പോലെയുള്ളവരുടെ വഞ്ചനകളിൽ നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ സത്യം അറിയണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളെ സ്വതന്ത്രരാക്കിയ സത്യത്തിനെ പിന്തുടരുവാൻ നിങ്ങൾ തയ്യാറാക്കുകയും ചെയ്യണം. ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന്. സത്യസ്വരൂപനായ യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.